ഹലോ നമ്മളപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള ബാഗ് പാക്കിങ്ങിലേക്കാണ്. കാരണം എനിക്ക് 8-ാം തീയതിയാണ് ഞാൻ അഡ്മിറ്റ് ആവാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഇന്ന് 1-ാം തീയതി അപ്പം ഇനി അധികം സമയമില്ല. അപ്പം അതിന് മുമ്പ് എന്തെങ്കിലും പെട്ടെന്ന് എമർജൻസി ആയിട്ട് പോയിന്റ് വന്ന് ഇനി ഒന്നും പാക്ക് ചെയ്ത് വെച്ചില്ല, എടുക്കാൻ പോകാൻ പറ്റിയില്ല, കാരണം അങ്ങനെ വരും. കാരണം ഞാൻ 3 ദിവസം കൊണ്ട് അഡ്മിറ്റ് ആയിരുന്നു, പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നതാണ്. അപ്പോൾ അതിനുണ്ട് എല്ലാം പാക്ക് ചെയ്ത് വയ്ക്കാം. പിന്നെ അങ്ങ് പോയാൽ മതിയല്ലോ. നമുക്ക് എന്തൊക്കെയാണ് അത്യാവശ്യം ഞാൻ മേടിച്ച് വെച്ചിട്ടുള്ള സാധനം എന്തൊക്കെയാണോ. അപ്പോൾ കുഞ്ഞുടുപ്പല്ല ഈ മറ്റേ ഉടുപ്പൊക്കെ ഞാനത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നീ വെച്ചോ? അല്ല, ഇതിനകത്ത് വെച്ചു. നീ ബാഗിനകത്തോട്ട് വെച്ചാൽ മതി. രാവിലെ അടി ഉണ്ടാക്കാൻ തുടങ്ങി. ഒരു സൈഡിലോട്ട് ഒതുക്കി വെച്ചോ. അടുത്ത ഏതാണ്? തൊപ്പിയൊക്കെ അത് പിന്നെ വെക്കാം. ഓക്കെ ശരി. തൊപ്പി ഇത് ഞാൻ വേണ്ട ഈ ഒരു ഉടുപ്പിന്റെ കൂട്ടത്ത് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ച ഒരു വൈറ്റ് കളർ തൊപ്പിയാണ്. പിന്നെ വന്നിട്ട് 4 ഡൈപ്പർ ഉണ്ട്. ക്ലോത്ത് ഡൈപ്പർ ഒരു 4 എണ്ണം. അതിന്റെ ഒരു 4 എണ്ണം അതെടുത്ത് മടക്കി വെച്ചോ ഇതിനകത്ത്. പിന്നെ ഇത് വന്നിട്ട് ഒരു ടവലാണ്, തോർത്ത്. നമുക്ക് അവിടെ അങ്ങനെ കുളിപ്പിക്കാനും കാര്യങ്ങളൊന്നും പറ്റില്ല. ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്ട് കുളിപ്പിക്കാനും കാര്യങ്ങളൊന്നും നടക്കത്തില്ല. വീട്ടിൽ വന്നാലേ പറ്റത്തുള്ളൂ. ഇതിന്റെ കൂട്ടത്ത് വെക്കുമോ? ഇതിന്റെ കൂട്ടത്ത് വെക്കുക. വെച്ചോളൂ, ഒരു സ്ഥലത്ത് ഇവിടെ വെച്ചോളൂ. ഇവിടെ വെക്കണോ? പിന്നെ ഇത് വന്നിട്ട് മുണ്ട് ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. കുറേ കുഞ്ഞു മുണ്ട് ഞാൻ കീറി വെച്ചിട്ടുണ്ട്. ഇത് സാരിയാണ്, എൻ്റെ അമ്മമ്മയുടെ പഴയ സാരി. പിന്നെ ഈ കുഞ്ഞുടുപ്പിൻ്റെ ഒരു പ്രത്യേകത, ജമീമ ഈ കുഞ്ഞുടുപ്പ് കാണിച്ചാണ് മമ്മി തച്ചതല്ലേ? ഒരെണ്ണം നിവർത്തി കാണിച്ചാ തിരിച്ച് തിരിച്ച് കാണിച്ചാ ഇങ്ങനെ തിരിച്ച് കാണിച്ചാ ഇങ്ങനെ പിടി. ഇവിടെ ഒരു കൈപിടി, ഇവിടെ ഒരു കൈപിടി. എടാ എന്ത് പാടാതി ഇതൊക്കെ ഈ കുഞ്ഞുടുപ്പെല്ലാം ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് എല്ലാം. അപ്പം കുഞ്ഞുടുപ്പ് കുറേ ഉണ്ട്. മുണ്ടുകളും കുഞ്ഞുടുപ്പും നമ്മൾ ഇവിടെ വെക്കുന്നു. ഇത് ജമീരതാണേ. ഇത് ജമി കുഞ്ഞായിരുന്നപ്പോൾ വാങ്ങിച്ച ടവലാണ്. ഒരു ഏകദേശം 5-5.5 വർഷം 6 വർഷം ആകുമ്പോൾ ഈ ടവല് മേടിച്ചിട്ട് ഇപ്പോഴും അത്യാവശ്യം കേടുകൂടാതെ ഉള്ളത് കൊണ്ട് ഇനിയുണ്ട്, വേറെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പുതിയ ടവലുകളും മേടിച്ചിട്ടുണ്ട്. പുതിയ ടവലുകൾ നമ്മളൊരു 5-6 അത് അത്യാവശ്യം കൂടുതൽ വേണം കേട്ടോ. നമ്മൾ റിസീവിംഗ് ടവലായിട്ട് ഒരെണ്ണം ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിന് വരാം, നമുക്ക് 8-ാം തീയതിയൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. കട്ടില്ല തലയിലും തോന്നും. അപ്പം ടവല് പിന്നെ ഒരു തോന്നുന്നു 5 പിന്നെ ഒരു ചെറിയ ഒരു ഡയപ്പർ നമ്മൾ മേടിച്ചിട്ടുണ്ട് ന്യൂബോണിന്റെ. പിന്നെ ഞാനൊരു വൈപ്സ് ജോൺസൺസിന്റെ പെട്ടെന്ന് പോയി മേടിച്ചത്. വാട്ടർ വൈപ്സ് മേടിക്കണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ അത് വിചാരിച്ചു പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം അപ്പോൾ അതൊക്കെ മേടിക്കാമെന്ന്. നമ്മുടെ ബേബിക്ക് നെയിലൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് വേണ്ട മോനെ. പിന്നെ നമ്മളൊരു ബെഡ് കിടക്കാൻ, ബേബിയെ കിടക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ 2 എണ്ണം ഞാൻ മേടിച്ചിട്ടുണ്ട്. ഒന്ന് ബ്ലൂ ഒന്ന് പിങ്ക്. അതിൽ ബ്ലൂ ആണ്. നല്ല പിങ്ക് ജമീല കയ്യിലിരിപ്പുണ്ട്. നിനക്കാ? അത് വീട്ടിൽ വന്നിട്ട് ബേബി അതിൽ കിടക്കും. അപ്പൊ ഈ ബ്ലൂ ആണ് ഞാൻ എടുക്കുന്നത്. ഒരുവിധം സാധനങ്ങൾ ഒരു ബാഗിനകത്ത് നമ്മൾ പൊട്ടിക്കെട്ടാണ്. ഇനി വേറൊരു ബാഗ് കൂടെ ഉണ്ട്. അതിലും 1-2 സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കാണിച്ചു. പിന്നെ ഈ ഒരെണ്ണം, ഇതിന്റെ പേരൊന്നും എനിക്കറിയത്തില്ല. പിന്നെ നമ്മുടെ ഫീഡിങ് പില്ലോ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ഫീഡിങ് പില്ലോ ഉണ്ട്. പിന്നെ നമുക്ക് എൻ്റെ ചപ്പൽ, പിന്നെ അത്യാവശ്യം എൻ്റെ കുറച്ച് മുണ്ടും കാര്യങ്ങളും കൂടെ നമുക്ക് പാക്ക് ചെയ്യണം. എനിക്ക് ഹോസ്പിറ്റലിലെ വൈറ്റ് മുണ്ടും എനിക്ക് ഹോസ്പിറ്റലിൽ ഇടാൻ വേണ്ടിയിട്ട് വൈറ്റ് മുണ്ടും വെള്ള ടീഷർട്ടും ആണ്. അപ്പോൾ അത് വെക്കണം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എനിക്കും ബേബിക്കും വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി അത്യാവശ്യം 1-2 സാധനങ്ങൾ ഓൺലൈനായിട്ട്. നിനക്കെന്തിനാ നീ വരുന്നില്ലല്ലോ ഹോസ്പിറ്റലിൽ? അപ്പോൾ അത്യാവശ്യം 1-2 സാധനങ്ങൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് വരായിട്ട് താമസിക്കും. ഇനി നമുക്ക് കൊണ്ടുപോകുന്ന പാത്രം വരും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും കൂടെ പാക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണാം. ബൈ.